ആനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ ആയിഷ? അല്ലാഹുവിന്റെ റസൂൽ വിശന്നുകൊണ്ട് വീടിന്റെ അകത്ത് വന്ന് ചോദിക്കുമ്പോ അതാ ആയിഷ ബീബി റളിയല്ലാഹു തആല നിന്ന് കരയുകയാണ്. കാരണം പ്രവാചകന് കൊടുക്കാൻ ഭക്ഷണമില്ല. അല്ലാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലായി. അവിടെന്ന് ചോദിച്ചു, ആയിഷ കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും തരുമോ ആയിഷ? അല്ലാഹുവിന്റെ പ്രവാചകനതാ ചോദിക്കുമ്പോ ആയിഷ ബീവി മുഖം പൊത്തികെട്ട് നിന്ന് കരയുകയാ. കാരണം പച്ചവെള്ളം പോലുമില്ല. പെങ്ങളെ, നിന്റെ ഭർത്താവും മക്കളും വീടിന്റെ അകത്ത് വന്ന് ഭക്ഷണം ചോദിച്ചിട്ട് ഇന്ന് വരെ കൊടുക്കാനില്ലാത്ത ഒരു ദിവസം അല്ലാഹു നിന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ നിന്ന് കരയുകയാ. പ്രവാചകൻ നോക്കുമ്പോ തന്റെ ഭാര്യ നിന്ന് കരയുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, ഒന്നുമില്ലെങ്കിലും നീ എന്റെ കൂടെയുണ്ടല്ലോ ആയിഷ. പെങ്ങളെ, ജീവിതമെന്ന് പറഞ്ഞാൽ അതാണ്. എന്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കുറിച്ച് ആയിഷ ബീബി പറയുന്നുണ്ട്, ലൗകാന ഇൻദനാ ദുഹിനുൻ, എന്റെ വീടിന്റെ അകത്തെങ്ങാണം വിളക്കിനകത്തൊടിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാൻ എടുത്ത് കുടിക്കുമായിരുന്നു സ്വഹാബ. ആയിഷ ബീബിയാണ് പറയുന്നത്. അതുകൊണ്ട് പെങ്ങള്, പണം ആഗ്രഹിക്കല്ലേ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞ ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. പായിപ്പാടൊരുമിച്ച് കൂടിയ പെണ്ണെ, സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരാ. നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം വേണോ? നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം വേണോ? പ്രവാചകൻ അവിടെ നിന്ന് പറയുകയോ, രാവിലെ ജോലിക്ക് വേണ്ടി മീൻ കച്ചവടമാകട്ടെ, കടയിലേക്കാകട്ടെ, കൂലിപ്പണിക്കാകട്ടെ, നിന്റെ ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുമ്പോ നിന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ലോട്ടറിയുടെ പൈസയുമായിട്ട് വരല്, ഹറാമിന്റെ പൈസയുമായി വരല്, പലിശ പൈസയുമായി വരല്, ആരെയെങ്കിലും പറ്റിച്ച പൈസയുമായിട്ട് ഈ വീട്ടിലേക്ക് കടന്നു വരല്. ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കാൻ തയ്യാറാ. ഹറാമ് ഞങ്ങൾക്ക് തരല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പണം കൂടുമ്പോഴാ എല്ലാവരെയും മറന്നു പോകുന്നത്. കൂടപ്പിറപ്പുകളെ മറന്നു പോകുന്നു, മാതാപിതാക്കളെ മറന്നു പോകുന്നു, പാവപ്പെട്ടവരെ മറന്നു പോകുന്നു. പണത്തിന്റെ പേരിലാണ്. ഉമ്മ പണം കൂടുതൽ തരാത്തതിന്റെ പേരിൽ ഉമ്മയെ മറന്നുപോയ മക്കളുണ്ട്, വാപ്പാനെ മറന്നുപോയ മക്കളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദര, പണം കൂടുമ്പോ എല്ലാവരെയും മറക്കുന്ന പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനെന്ന് അസ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരാ, പെറ്റ തള്ളയെ മറന്നു പോകുന്ന ഒരുപാട് മക്കളുടെ കാലവാ. ഉമ്മാനെ മറന്നു പോകുന്ന, വാപ്പയെ മറന്നു പോകുന്ന ഒരുപാട് മക്കളുടെ കാലമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, രണ്ടു പേർക്ക് ആയുസ് കുറവാണ്. രണ്ടുപേരുടെ ആയുസ് അല്ലാഹു കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ വീട് ഏതെന്നറിയുവോ? ആ വീട്ടിലെ നാഥന് ആയുസ് കുറവാണ്. വായ്പാടുള്ള ഒരു മനുഷ്യന് ആയുസ് കുറവാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരെന്നറിയുവോ? ഹറാമായ പണം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് അല്ലാഹു കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മോളെ, ലോട്ടറി എടുക്കുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, പലിശ കച്ചവടം നടത്തുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ജനങ്ങളെ പറ്റിച്ചിട്ട് പൈസയുമായി വീട്ടിൽ വരുന്ന ഭർത്താവിന്റെ കാലിൽ പിടിച്ചിട്ട്
കരഞ്ഞുകൊണ്ട് പറമോള്, ഈ പാപം നിങ്ങൾ നിർത്തണ്, ഈ ദുശീലം നിങ്ങൾ നിർത്തണ്. പട്ടിണി കിടന്നിട്ടാണെങ്കിലും നീ നിന്റെ ഭർത്താവിന്റെ ദുശീലം മാറ്റിക്കോ, ഇല്ലെങ്കിൽ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റിന്റെ കൂടെ നിൽക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ മക്കള് തീമായി പോകും പെങ്ങള്, നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആയുസ് കുറഞ്ഞു പോകുന്ന രണ്ടാമത്തെ പാപം എന്തെന്നറിയുവോ? പെറ്റ ഉമ്മാനെ വേദനിപ്പിക്കുന്നവനുണ്ടല്ലോ, മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുന്നവനുണ്ടല്ലോ, മാതാപിതാക്കൾ കണ്ണുനീര് കുടിപ്പിക്കുന്നവൻ അവന്റെ ആയുസ് അല്ലാഹു കുലുക്കി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ മാതാപിതാക്കളെ മറന്നു പോകുന്ന മക്കളുടെ കാലമാണ്. വൃദ്ധസദനങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, പാപ്പാ നീ എത്ര വലിയവനാണെങ്കിലും, പായിപ്പാട് പള്ളിക്ക് നീ എത്ര കൊടുത്തവനാണെങ്കിലും, പാവപ്പെട്ടവരെ സഹായിക്കുന്നവനാണെങ്കിലും, നിസ്കാര തഴമ്പുള്ളവനാണെങ്കിലും നീ രക്ഷപ്പെടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാളെ പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് എല്ലാവരും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയി, എല്ലാവരും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയി. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ സമുദായത്തിൽ ആരെങ്കിലും നരകത്തിൽ കിടക്കുന്നുണ്ടോ? യാ റസൂലല്ലാഹ്, ഒരു വിഭാഗം ജനങ്ങളെ നരകത്തിൽ കിടന്ന് കരയുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ അർശിന്റെ മുന്നിൽ, അല്ലാഹുവിന്റെ മുന്നിൽ പോയി സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാഹ് നരകത്തിൽ കിടക്കുന്ന എന്റെ സമുദായത്തിന് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹു പറയുന്നു, ഇല്ല നബിയേ, അവർക്ക് ഞാൻ സ്വർഗ്ഗം കൊടുക്കൂല. ദുആ ചെയ്തിട്ട് കാര്യമില്ലോ. പ്രവാചകനെ മടക്കി വിടുകയാണ്. രണ്ടാമതും പ്രവാചകൻ ചെന്നിട്ട് കരയുകയാ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. ആ സമയത്തും അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഇല്ല നബിയേ, അവർക്ക് ഞാൻ സ്വർഗ്ഗം കൊടുക്കൂല. മൂന്നാമതും അല്ലാഹുവിന്റെ പ്രവാചകൻ ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹു പറഞ്ഞു, ഞാൻ അവർക്ക് സ്വർഗ്ഗം കൊടുക്കൂല. റസൂലുള്ള ചോദിക്കുന്നു, എന്ത് പാപമാ അവര് ചെയ്തത്? എന്തിന്റെ പേരിലാണ് അവർക്ക് സ്വർഗ്ഗം കൊടുക്കാത്തത്? ആ സമയത്ത് അല്ലാഹു പറയുന്നു, നബിയേ, അത് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാ, അത് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാ. എനിക്ക് സ്വർഗ്ഗം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സ്വർഗ്ഗം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കൾക്ക് സ്വർഗ്ഗം ഹറാമാ നബിയേ. അവര് പൊരുത്തപ്പെടാതെ എനിക്ക് സ്വർഗ്ഗം കൊടുക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, പടച്ചവരെ, നരകത്തിൽ കിടക്കുന്ന അവരെ എനിക്കൊന്ന് കാണാൻ കഴിയുമോ തമ്പുരാനെ? പ്രവാചകൻ നരകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കള് നരകത്തിൽ കിടന്ന് കരിയുകയാണ്, അവിടെ കിടന്ന് യാചിക്കുകയാണ്. കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ പിന്നെയും റബ്ബിനോട് ചോദിക്കുന്നു, നാഥാ, ഇവരുടെ മാതാപിതാക്കളെ എനിക്കൊന്ന് കാണിച്ചു തരുവോ തമ്പുരാന്? അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ള കടന്നു ചെന്നിട്ട് ചോദിക്കുന്നു, മക്കൾ നരകത്തിൽ കിടന്ന് കരിയുകയാ, നിങ്ങളുടെ മക്കള് നരകത്തിൽ കിടന്ന് കരയുകയാണ്. ഒന്ന് പൊരുത്തപ്പെട്ട് കൊടുത്താ അവർക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും. ഒന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തുകൂടെ? ഉമ്മമാര് പറയുമില്ല, എന്റെ മക്കൾക്ക് ഞാൻ പൊരുത്തപ്പെടൂല, അവൻ എന്നെ വല്ലാതെ ദ്രോഹിച്ചവനോ, എന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചവനോ. അല്ലാഹുവിന്റെ റസൂല് പോലും ചോദിക്കുമെന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കുവോ? അവര് പൊരുത്തപ്പെട്ട് കൊടുക്കാതെ വരുമ്പോ അവസാനം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് ആ നരകത്തിൽ കിടക്കുന്ന മക്കളെ ഇങ്ങനെ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുകയോ. തന്റെ മക്കളെ നരകത്തിൽ കിടന്ന് കരിയുന്നത് കാണുമ്പോ സഹിക്കാൻ കഴിയാതെ ആ മാതാപിതാക്കൾ പൊരുത്തപ്പെട്ടു കൊടുക്കും. അപ്പോഴാണ് അല്ലാഹു അവർക്ക് സ്വർഗ്ഗം കൊടുക്കുന്നതെന്ന് പ്രവാചകൻ പറയുമ്പോ, വാപ്പാ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കൂല, അല്ലാഹു നല്ല മരണം കൊടുക്കൂല. നിന്റെ നാവ് പൊക്കിയ
പൊക്കിയിട്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ മാതാപിതാക്കളോട് പറയാനുള്ളത്, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം മക്കളെ ശപിക്കല്ലേ ഉമ്മാ, മക്കളെ ശപിക്കല്ലേ, മക്കളെ പ്രാവല്ലേ. മക്കളെ പ്രാവുന്ന ഉപ്പമാരോടും ഉമ്മമാരോട് നിങ്ങളുടെ ദുആയിക്ക് വല്ലാത്ത ഇജാബത്തോ, നിങ്ങളുടെ ദുആയിക്ക് വല്ലാത്ത ഇജാബത്തോ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ എനിക്കൊന്ന് കാണിച്ചു തരുവോ തമ്പുരാന്. മൂസാ നബി അല്ലാഹുവിനോട് ചോദിക്കുകയാ, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ് പടച്ചവര്? മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, നബിയേ ഒരു ചെറുപ്പക്കാരനാണ് നബിയേ, ഒരു ചെറുപ്പക്കാരനാണ് നബിയേ. മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. ആരാണ് പടച്ചവര്? എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ് തമ്പുരാന്? അവിടെ നിന്ന് പ്രവാചകൻ ഒരു ചെറുപ്പക്കാരനെ കാണിച്ചു കൊടുക്കുകയാ. നിങ്ങള് മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. എന്തിന്റെ പേരിലാണ് ഈ മനുഷ്യൻ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാകുന്നത്? മൂസാ നബി അല്ലാഹുവോട് ചോദിക്കുന്നു, നാഥാ ഈ ചെറുപ്പക്കാരനെ എനിക്കൊന്ന് കാണണം തമ്പുരാന്, എനിക്ക് ആ ചെറുപ്പക്കാരനോടൊന്ന് സംസാരിക്കണം തമ്പുരാന്. അല്ലാഹു അവസരം കൊടുക്കുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അല്ലാ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? അല്ലാഹുവേ, തോളിൽ ഇങ്ങനെ ഒരാ രണ്ട് തുണിക്കെട്ടുകൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അതാ ചുമലില് രണ്ട് സഞ്ചി ഇങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കുകയാ. മൂസാ നബി പ്രവാചകനാണെന്ന് പറഞ്ഞില്ല. അടുത്ത് ചെന്നിട്ട് ചെറുപ്പക്കാരനോട് പരിചയപ്പെട്ടു. അതാ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരന്റെ കൂട്ടത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവസാനം തന്റെ ചുമലിലിട്ടിരിക്കുന്ന സഞ്ചി കൊണ്ടുപോയി വീടിന്റെ ഒരു മൂലയിൽ വെക്കുകയാണ്. മൂസാ നബിയോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അടുക്കളയിലേക്ക് ഭക്ഷണമുണ്ടാക്കാൻ കടന്നുപോയി. മൂസാ നബി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരെ ചുമന്നുകൊണ്ടുവന്ന് സഞ്ചിയിരുന്ന് അനങ്ങുകയാണ്. അല്ലാഹുവേ, മൂസാ നബിക്ക് അത്ഭുതമായി. ചലിക്കുന്ന സഞ്ചിയുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. ആ തുണിയങ്ങ് മാറ്റി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലും തോലുമായ ഒരു പ്രായമായ ഉമ്മയാണ്. ഒരു സഞ്ചിക്കകത്ത് ഉമ്മയാണ്. രണ്ടാമത്തെ സഞ്ചി തുറക്കുമ്പോ തന്റെ വാപ്പയാണ്. പ്രായമുള്ള എല്ലും തോലുമായ ഒരു വാപ്പയും ഉമ്മയുമാണ്. അല്ലാഹുവേ, മൂസാ നബി ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവിടെന്ന് പറയുന്നു, ഈ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഞങ്ങളുടെ പൊന്നുമോനാ, ഞങ്ങളുടെ പൊന്നുമോനാണ്. 9.5 മാസം ഞാൻ എന്റെ മകനെ ചുമന്നു. എന്റെ പൊന്നുമോൻ എന്നെ ചുമക്കാൻ തുടങ്ങി 8 മാസങ്ങളായി. അവന് ഞങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. അവനാണ് ഞങ്ങളെ കുളിപ്പിക്കുന്നത്, അവനാണ് ഞങ്ങൾക്ക് ഭക്ഷണം വാരി തരുന്നത്. എവിടെ പോയാലും ഞങ്ങളുടെ പൊന്നുമകൻ ഞങ്ങളെ ചുമന്നുകൊണ്ട് നടക്കും. വാപ്പയും ഉമ്മയും മൂസാ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ മൂസാ നബി ചിന്തിച്ചു, അല്ലാ, ഈ ഉമ്മയുടെ ദുആയായിരിക്കും ആ ചെറുപ്പക്കാരൻ എന്റെ കൂട്ടുകാരനാകാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് ചോദിച്ചു, ഉമ്മാ, നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ഈ പൊന്നുമോന് വേണ്ടി നിങ്ങൾ എന്താണ് ദുആ ചെയ്യുന്നത്? ആ സമയത്ത് മാതാപിതാക്കള് അവിടെ നിന്ന് പറയുകയോ, ഞങ്ങളുടെ പൊന്നുമോന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നത് എന്തെന്നറിയോ? അല്ലാഹുവേ, എന്റെ പൊന്നുമോൻ മരിക്കുന്നതിന് മുമ്പ്, എന്റെ പൊന്നുമോ മരിക്കുന്നതിന് മുമ്പ് മൂസാ നബിയെ എന്റെ മകനൊന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാ. ഈ വാപ്പയും ഉമ്മയും എപ്പോഴും ദുആ ചെയ്യുന്നത് മരിക്കുന്നതിന് മുമ്പ് മൂസാ നബി എന്റെ മകനൊന്ന് കാണിച്ചു കൊടുക്കണം തമ്പുരാര്. പ്രവാചകനെ കാണാൻ എന്റെ പൊന്നുമോന് ഭാഗ്യം കൊടുക്കണേ അല്ലാ. മാതാപിതാക്കൾ പറയേണ്ട താമസം മൂസാ നബിയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോവുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു പോയി, ഉമ്മാ, അന കലീമുല്ലാഹി മൂസാ, ഞാനാണ്
ഞാനാണുമ്മ. മൂസാ നബി അലൈഹിസ്സലാം ഞാനാണുമ്മ. വാപ്പയോടും ഉമ്മയോടും പറയേണ്ട താമസമുണ്ടല്ലോ. രണ്ടുപേരും മൂസാ നബിയോട് സലാം പറയുകയാണ്. എന്നിട്ടതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് വാപ്പയും ഉമ്മയും അങ്ങ് മരണപ്പെടുകയാ. രണ്ടുപേരും മരിച്ചുപോയി. ചെറുപ്പക്കാരൻ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഭക്ഷണവും തയ്യാറാക്കിയിട്ട് കിടന്നു വന്നിട്ട് തന്റെ ഉമ്മാനെയും വാപ്പാനെയും വിളിക്കുമ്പോ രണ്ടുപേരും അനങ്ങുന്നില്ല. മൂസാ നബി പറഞ്ഞു, ചെറുപ്പക്കാരോ, നിന്റെ മാതാപിതാക്കളും മരിച്ചുപോയി, അവര് രണ്ടുപേരും മരിച്ചുപോയി. ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ ഉപ്പയും ഉമ്മയും മരിക്കൂല, എന്റെ മാതാപിതാക്കളും മരിക്കൂല. മൂസാ നബി ചോദിച്ചു, കാരണം എന്താ? മൂസാ നബി ചോദിച്ചു, നിന്റെ മാതാപിതാക്കളും മരിക്കത്തില്ലെന്ന് പറയാനുള്ള കാരണം എന്താ? ആ ചെറുപ്പക്കാരൻ പറയുകയാ, ഞാൻ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുവോ? എന്റെ മാതാപിതാക്കളെ ചുമലിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുമ്പോ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുവോ? അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് എന്റെ മാതാപിതാക്കൾക്ക് മൂസാ നബിയെ ഒന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് എന്റെ മാതാപിതാക്കൾക്ക് മൂസാ നബിയെ കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ എന്നാണ് ഞാൻ ദുആ ചെയ്യുന്നത്. എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. മൂസാ നബിയെ കാണാതെ എന്റെ വാപ്പയും ഉമ്മയും മരിക്കൂല. മൂസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാനാണ് ആ മൂസാ നബി. നാളെ നീ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനോ, എന്റെ പ്രിയപ്പെട്ട സഹോദരോ. മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താ സ്വീകരിക്കും. ഇതുപോലെ മക്കള് മാതാപിതാക്കൾക്ക് ദുആ ചെയ്താൽ സ്വീകരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മാതാപിതാക്കളെ വേദനിപ്പിക്കല്ല്, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കല്ല്. ഏത് കൊലകൊമ്പനാണെങ്കിലും അവൻ അല്ലാഹു നല്ല മരണം കൊടുക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അൽക്കമയുടെ ചരിത്രം നമുക്കറിയുമല്ലോ. റസൂലുള്ളാഹിന്റെ സഹാബിയാണല്ലോ. മരണസമയത്ത് അൽക്കമ റളിയല്ലാഹു തആല അൻഹുവിനോട് എല്ലാവരും ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽക്കമയ്ക്ക് പറയാൻ കഴിയുന്നില്ലോ. പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, അൽക്കമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി ചോദിച്ചത്, അൽക്കമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയേ. വിളിച്ചുകൊണ്ട് വാ സഹാബ, വിളിച്ചുകൊണ്ട് വാ സഹാബ. അവസാനം ഉമ്മാനെ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, നിങ്ങളുടെ മകനുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ്? അവിടെന്ന് പറഞ്ഞു, നബിയേ, എന്റെ പൊന്നുമോൻ എന്നെ വല്ലാത്ത സ്നേഹമായിരുന്നു, എന്നെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ എന്നെ മറന്നു നബിയേ. എന്നോടിപ്പോ സ്നേഹമില്ല നബിയേ. എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയേ. ചരിത്രം പറയുന്ന ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു, ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു. എന്റെ മകന് എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോടാ. ഉമ്മയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാ, അതുകൊണ്ട് ഞാനവനെ പൊരുത്തപ്പെട്ട് കൊടുക്കൂല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുത്താലേ നിങ്ങളുടെ പൊന്നുമോനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയൂ. പൊരുത്തപ്പെട്ട് കൊടുക്കുമോ? ഇല്ല യാ റസൂലല്ലാഹ്, എനിക്ക് അവന് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയില്ലോ. റസൂലുള്ളാഹ് പറഞ്ഞു, സഹാബാ, ഉമ്മാടെ പൊരുത്തമില്ലാത്തവനെ കത്തിച്ച് കള സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവനെ കരിച്ചുകളോ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ ആ മാതാവ് പറയുന്നു, നബിയേ, അവൻ എത്ര ദ്രോഹിച്ചവനാണെങ്കിലും എന്നെ വേദനിപ്പിച്ചവനാണെങ്കിലും അവൻ എന്റെ മകനാണല്ലോ നബിയേ. ഞാനവന് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ. പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ. അൽഖമ റളിയല്ലാഹു തആല അൻഹു തന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് പറയാൻ കഴിഞ്ഞത് ആ സമയത്താണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കള് അല്ലാഹു നിങ്ങളുടെ ആയുസ് കുറച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടും. പണം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. വാടക വീടെങ്കിൽ വാടക വീട്, 2 നിലയെങ്കിൽ 2 നില. അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട നീയാണ് ലോക മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സ്വർഗത്തിലും അവരെ തന്നെ അള്ളാഹു മാതാപിതാക്കളായി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് സമയം 8:18 അതുകൊണ്ട് അടുത്ത വഅദിന് ഞാൻ പോകേണ്ടതുള്ളത് കൊണ്ട് നിർത്തുകയാ. അള്ളാഹു ആയുസ് തന്നാൽ ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും നമുക്ക് ഇതുപോലെ കൂടാം, നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത്, ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത സമയം മരണത്തിന്റെ സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത ഒരു സമയമാണ് മരണത്തിന്റെ സമയം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എങ്കിൽ പ്രവാചകൻ പറഞ്ഞു, ആ സമയത്ത് ചിലര് വെള്ളം കുടിച്ചില്ലെങ്കിലും, ചില ആൾക്കാർ ആ സമയത്ത് വെള്ളം കുടിച്ചില്ലെങ്കിലും ദാഹം തീർന്നവരായി മരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വെള്ളം കുടിച്ചില്ലെങ്കിലും ദാഹം തീർന്നവരായി മരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അങ്ങനെ മരിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. മരിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചില്ലെങ്കിലും ദാഹം തീർന്നിട്ട് മരിക്കാൻ എന്താപ്പാ ആഗ്രഹമുള്ളവർ കൈവക്കിയാൽ മതി. എനിക്ക് പച്ചവെള്ളം വേണ്ട ഉസ്താദെ, ഞാൻ വലിച്ചു ചാവാന്നുള്ളവർ അങ്ങനെ, അത് അവനവന്റെ ഇഷ്ടമാണ്. ഇൻഷാ അല്ലാഹ് ആഗ്രഹമുള്ളവർ കൈവക്ക്. മരിക്കുമ്പോ ദാഹം തീർന്നിട്ട് നിങ്ങളൊക്കെ വേറെ എന്തിനാന്ന് എനിക്കറിയില്ല, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മരണസമയത്ത് ദാഹം തീർന്നവരായി മരിക്കാൻ കൈവക്കാൻ പേടി, ഇനി വല്ല പൈസയും ചോദിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും. പിരിവിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല സഹോദരൻ. പിരിവിന്റെ കാര്യം എന്തിനാ ഉപ്പ? പിരിവെന്തിനാ? ലോകത്ത് നിങ്ങൾ എവിടെ വേണമെങ്കിലും, ഇന്ന് നമ്മുടെ കേരളത്തിൽ കർണാടക മുതൽ വഅദ് പറയുന്ന ആളാണ്. ഞാൻ എപ്പോഴും പറയും, ഏറ്റവും കൂടുതൽ പൈസ വഅദിന് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ സ്ഥലം പായിപ്പാടാ. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. കാരണം അത്രയ്ക്കും അള്ളാഹു, അത്രയ്ക്കും ഒരു ഒത്തൊരുമ അള്ളാഹു നിങ്ങൾക്കൊക്കെ, നിങ്ങളുടെയൊക്കെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഈ നാട്ടിലെ ഒത്തൊരുമ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കോടിക്കണക്കിന് രൂപയല്ലേ അൽഹംദുലില്ലാഹ്. 3-4 ദിവസത്തെ വഅദ് കൊണ്ട് മത്സരമായിരുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗവാസികളിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ മരണസമയത്ത് ദാഹങ്ങൾ തീർന്നിട്ട് മരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് എല്ലാ ദിവസവും ഈ ഇരിക്കണ കൊച്ചു മക്കൾക്ക് വരെ അറിയാം. ഈ ഇരിക്കണ മദ്രസയിൽ പോകുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ അറിയുന്ന ഒരു സൂറത്തുണ്ട്. എല്ലാ ദിവസവും ഓതിയാൽ മരണസമയത്ത് ദാഹം തീർന്നവനായി മരിക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? എന്താ ഒരു മടി? ഇൻഷാ അല്ലാഹ് പറയാം. ബക്കറ ഒന്നും അല്ല, എടുക്കണ്ട. ഞാൻ ബക്കറ ഒന്നും ഓതാൻ അറിയാൻ പറയില്ല. എല്ലാവർക്കും ബക്കറ ഓതാൻ അറിയത്തില്ല. ചെറിയ സൂറത്ത്, എല്ലാവർക്കും അറിയുന്ന സൂറത്താ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹുവേ, ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഭാഗ്യം കൊടുക്കണം പടച്ചവനെ.